അയ്യപ്പ സേവാ സമാജം വേൾഡ് റാബിസ് ഡേ ആചരിച്ചു. ശബരിമല അയ്യപ്പ സേവാ സമാജം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചിറയൻകീഴ് ശാർക്കര നോബൽ സ്കൂളിൽ വേൾഡ് റാബിസ് ഡേ ആചരിച്ചു. നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയും ആതിരാസ് ആയുർ ഇന്നൊവേഷൻ ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിച്ച സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ശബരിമല അയ്യപ്പ സേവാ സമാജം സ്ഥാപക ട്രസ്റ്റി സ്വാമി അയ്യപ്പദാസ് ഉദ്ഘാടനം ചെയ്തു. ഈ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. കുറിച്ചോ അനുഷ്ഠാനങ്ങളെ കുറിച്ചോ ഒന്നും വിശദീകരിക്കേണ്ട കാര്യം ഇപ്പോഴിവിടില്ല. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്ന് ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ആളുകളെ, തീർത്ഥാടകരെ, അവർ വരുന്ന വഴിയിൽ അവർക്ക് ആവശ്യമായ സേവാപ്രവർത്തനങ്ങൾ ചെയ്യുക എന്നുള്ള ദൗത്യം മുൻനിർത്തിയാണ് ഈ സംഘടന രൂപം കൊണ്ടിട്ടുള്ളത്. അത് രൂപം കൊണ്ടത് കേരളത്തിലാണെങ്കിലും ഇന്ന് ഭാരതത്തിലെ 29 സംസ്ഥാനങ്ങളിൽ 16 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ വൈസ് പ്രസിഡന്റ് പ്രമോദ് പരുത്തിയലിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നെയ്യാറ്റിൻകര നിംസ് മെഡിസിറ്റിയിലെ ഡോക്ടർ ലാൽകൃഷ്ണ റാബിസ് ഡേ കുറിച്ചും പേപ്പട്ടി വിഷത്തെ പ്രതിരോധിക്കേണ്ട രീതികളെക്കുറിച്ചും, ആതിരാസ് ആയുർ ഇന്നൊവേഷൻ ഹോസ്പിറ്റലിലെ ഡോക്ടർ ആതിര ആനന്ദ് വെരിക്കോസ് രോഗ ചികിത്സയെക്കുറിച്ചും ക്ലാസ് എടുത്തു. വേൾഡ് റാബിസ് ഡേയുടെ ഒരു അവയർനെസ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടാണ്. കൂടെ തന്നെ മെഡിക്കൽ ക്യാമ്പും ഉണ്ട്. സോ റാബിസിനെ പറ്റിയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങൾക്ക് അവയർനെസ് തരേണ്ട കാര്യമില്ല, ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇതിനെപ്പറ്റി അറിയുണ്ടാവും. എന്നാലും ഞാനൊരു സമ്മറൈസേഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം. ഇപ്പോൾ റാബിസ് എന്ന് പറഞ്ഞാൽ പേവിഷബാധ, അത് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം. അത് സാധാരണഗതിയിൽ ഇവിടെ ഞങ്ങൾ പട്ടി കടിച്ചിട്ട് ആൾക്കാർ വായിക്കുന്നൊരു സാധനമാണ് പേവിഷബാധ. പട്ടി മാത്രമല്ല, നാൽക്കാലികളായ മറ്റ് മൃഗങ്ങൾ കടിച്ചാലും ഈ റാബിസ് വരാം, പേവിഷബാധ വരാം. എന്തുകൊണ്ട് നമ്മളതിനൊരു അവയർനെസ് പ്രോഗ്രാമായിട്ട് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേവിഷബാധ വന്നു കഴിഞ്ഞാൽ 100% മരണനിരക്കുണ്ട്. അപ്പോൾ 100% മോർട്ടാലിറ്റി റേറ്റ് ഉള്ളൊരു രോഗമാണ് പേവിഷബാധ. അത് കൂടാതെ എന്തുകൊണ്ട് ഇപ്പോൾ 100% അതിന് മോർട്ടാലിറ്റി റേറ്റ് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെതിരെ പ്രത്യേകിച്ച് മരുന്നുകളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെതിരെ പ്രിവെന്റീവ് വാക്സിനേഷൻ എടുക്കുക എന്നുള്ളതാണ്, പ്രതിരോധ കുത്തിവയ്പ്പ്. അപ്പം ആരൊക്കെ പ്രതിരോധ കുത്തിവയ്പ്പ് എടുക്കണം, ആരൊക്കെ എടുക്കണ്ട, എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ നോർമലി നമ്മുടെ ഇവിടങ്ങളിൽ പട്ടി കടിക്കുമ്പോഴോ അല്ലെങ്കിൽ പട്ടി മാന്തുമ്പോഴോ ഒക്കെയാണ് നമ്മൾ കൂടുതൽ പേവിഷബാധയ്ക്ക് പേടിക്കാറ്. പട്ടി മാത്രമല്ല, ഇപ്പോൾ പൂച്ച ഇതേ പ്രവർത്തികൾ ചെയ്തിരുന്നാലും നമുക്ക് ഇതേ വാക്സിനേഷനൊക്കെ എടുക്കേണ്ടി വരും. അതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഈ നിന്നും ഇരുന്നുള്ള ജോലികൾ കുറേ നേരം നിൽക്കുന്ന ആളുകളിൽ പൊതുവെ ആദ്യമേ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് കാലിലേക്ക് ചെറുതായിട്ട് പെരുപ്പ്, കഴപ്പ്, അല്ലെങ്കിൽ രക്തയോട്ടം കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കാലിലേക്ക് ചെറുതായിട്ടൊക്കെ നീരുകളൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ വെയിൻസ് ഒന്ന് തെളിഞ്ഞു വരുമ്പോഴേക്കും ചിലരൊക്കെ ട്രീറ്റ്മെന്റുകൾ എടുക്കും, ചിലർ ട്രീറ്റ്മെന്റ് എടുക്കാതെ വിട്ടുപോകും. അപ്പോൾ നമ്മൾക്കറിയാം, നമ്മുടെ കാലിന്റെ പുറകുവശത്തെ മസിൽസ് ആണ് നമ്മൾ സെക്കൻഡറി ഹാർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സാധാരണ നമ്മുടെ ഹാർട്ടിലേക്ക് ബ്ലഡ് മുകളിൽ നിന്നുള്ള അവയവങ്ങളിൽ നിന്ന്, ഫോർ എക്സാമ്പിൾ ഹെഡിൽ നിന്ന് കയ്യിൽ നിന്നൊക്കെ ഉള്ള ബ്ലഡ് നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് വഴി ഹാർട്ടിലേക്ക് എത്താൻ എളുപ്പമാണ്. പക്ഷെ കാലിൽ നിന്നുള്ള ബ്ലഡ് തിരിച്ചു കയറി പോകുന്നത് നമ്മുടെ കാഫ് മസിൽസിലുള്ള മസില് പമ്പ് ചെയ്യുന്ന ആക്ഷൻ വെച്ചാണ് പോകുന്നത്. അപ്പോൾ സാധാരണ കാലിലുള്ള ബ്ലഡ് വെസലില് നമുക്ക് പ്രധാനമായിട്ട് 2ആയിട്ട് തിരിക്കാം, സൂപ്പർഫിഷ്യലും ഡീപ്പായിട്ടുള്ളത്. അപ്പോൾ ഈ പുറമെയുള്ള ബ്ലഡ് വെസലിൽ നിന്ന് അകത്തേക്ക് ബ്ലഡ് വെസൽസ് കണക്ട് ചെയ്യുന്ന കുഞ്ഞു വെയിൻസ് ഉണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള രക്തക്കുഴലുകൾക്ക് ഈ വെയിൻസിന്, രക്തക്കുഴലുകളിൽ ശുദ്ധരക്തം കൊണ്ടുപോകുന്നതുകൊണ്ട് അശുദ്ധരക്തം കൊണ്ടുപോകുന്നതുകൊണ്ട്, ഈ അശുദ്ധരക്തം കൊണ്ടുപോകുന്ന വെയിൻസിൽ എന്തെങ്കിലും ബ്ലോക്കേജുകളോ ബുദ്ധിമുട്ടോ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് പാരമ്പര്യമായിട്ട് ബ്ലഡ് കട്ട പിടിക്കുന്ന അസുഖങ്ങളുള്ളവർ, കണ്ടിന്യൂസ് നിൽക്കുന്നവരിൽ ഈ കാരണങ്ങൾ, വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഈ പറഞ്ഞ പോലെ. ജില്ലാ ജനറൽ സെക്രട്ടറി ജയപാലൻ ജി കെ സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി അനീഷ് ശാസ്തമംഗലം നന്ദിയും പറഞ്ഞു.